ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഒരു ഇലയുടെയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇലയുടെക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് അളവിൽ ചിരണ്ടിയ തേങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് 1 കപ്പ് വരെ ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ചതച്ച ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ചുക്ക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇലയുടേക്കുള്ള ഫില്ലിംഗ് ആണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു ഇലയുടെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഇലയുടേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2.5 കപ്പ് അളവിൽ വെള്ളം ഞാൻ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇലയുടെ ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നെയ്യും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ ആയിട്ട് ഈ വെള്ളം ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം 1 കപ്പ് വെള്ളം കുറേശ്ശെ ആയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. രണ്ട് കപ്പ് അരിപ്പൊടിയിൽ 3.5 കപ്പ് വെള്ളം ചേർത്ത് നല്ലൊരു തിക്ക് ബാറ്റർ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ദോശമാവിനെക്കാട്ടിലുമൊക്കെ കുറച്ചും കൂടെ കട്ടിയുള്ള ഗോതമ്പടയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള മാവാണ്. കോരി ഒഴിച്ചാൽ ഒഴുകി പോകാത്ത രീതിയിലുള്ള മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇപ്പം നമ്മുടെ ഈ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇലയുടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുതായിട്ട് മുറിച്ചെടുത്ത വാഴയില വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒന്ന് പരത്തി കൊടുക്കാം. കനം കുറച്ച് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ശർക്കരയുടെ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ മധുരത്തിനും ആവശ്യത്തിനും അനുസരിച്ച് ശർക്കര വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ വീണ്ടും ഒരു വാഴയില എടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മാവ് ഇട്ട് കൊടുക്കാം. കനം കുറച്ച് പരത്തിയതിന് ശേഷം നമുക്ക് ഫില്ലിങ്ങും വെച്ച് സ്റ്റീമറിലേക്ക് വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് വെന്തെടുക്കാം. വീണ്ടും ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇത് മടക്കി എടുക്കാം.
സൈഡ് ചെറുതായിട്ടൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ് ഇരുന്ന് വേകട്ടെ. 20 മിനിറ്റിന് ശേഷം നമുക്കിത് തുറക്കാം. ഇനി നിങ്ങളുടെ വീട്ടിൽ സ്റ്റീമറോ അപ്പച്ചമ്പോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇലയുടെ കൊഴുക്കട്ടയൊക്കെ പുഴുങ്ങിയെടുക്കാമെന്നും കൂടെ ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. ഞാൻ അതിന് വേണ്ടി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചോറൊക്കെ വാരി വയ്ക്കുന്ന അരിപ്പപാത്രം ഇല്ലേ, ആ അരിപ്പപാത്രം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഇലയുടെ തയ്യാറാക്കാം. ഞാനിപ്പോൾ ഒരു ഇലയുടെയും കൂടെ തയ്യാറാക്കുവാണ്. ഇപ്പോൾ വേണ്ട വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അരിപ്പപാത്രം നമുക്ക് അതിന് മേളിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇലയുടെയും കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരടപ്പ് വെച്ച് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഇതും നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. 20 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചു. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ അരിപ്പ പാത്രത്തിൽ വെച്ചിരിക്കുന്ന അപ്പം ഒന്ന് തുറന്ന് നോക്കാമേ. ഇതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല ആവി പറക്കുന്ന സോഫ്റ്റ് ഇലയാണ്. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ ഇലയട തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം. ഇത് നമുക്ക് അപ്പച്ചമ്പിൽ വെച്ചിരിക്കുന്നത് നോക്കാം. ഒരു പാത്രത്തിലേക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ഇലയുടെ റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കിയത്. നിങ്ങളും വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.